ഹായ്, സിനിമാ കാഴ്ച എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചാനലാണ്. പുള്ളി മമ്മൂട്ടിയുടെ കട്ട ആരാധകനുമാണ്. മമ്മൂട്ടിയുടെ ഓരോ സിനിമകളെക്കുറിച്ചും പുള്ളി വാതോരാതെ സംസാരിക്കും. തീർച്ചയായും നല്ലൊരു കാര്യം. മമ്മൂട്ടി മലയാളത്തിന്റെ മഹാനടനാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. തീർച്ചയായും മമ്മൂക്കയെ എനിക്കും ഇഷ്ടമാണ്. മമ്മൂക്ക എന്ന നടനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ മമ്മൂക്ക എന്ന സ്റ്റാറിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ട്. മുൻപ് ആ സംശയങ്ങളില്ലായിരുന്നു, ഇപ്പൊ സംശയങ്ങളുണ്ട്. മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് ചെറിയ മങ്ങലേറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ സിനിമാ കാഴ്ച എന്ന ചാനലിൽ ഒരു വീഡിയോ വന്നു. പാട്രിയറ്റ് എന്ന സിനിമയുടെ ബുക്ക് മൈ ഷോ ടിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ എമ്പുരാനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ ഈ പുള്ളിയെ വിമർശിച്ചുകൊണ്ട് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. വിമർശിക്കാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ ഒരു AI പിക്ക് എടുത്തു വെച്ച് ഈ മനുഷ്യൻ വേറെ ലെവലാണ്, എന്താ പോസ്, എന്താണ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് AI പിക്കാണ് എന്ന് പോലും അറിയാതെ പുള്ളി വീഡിയോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ പുള്ളിയുടെ ഓരോ വീഡിയോയും ശ്രദ്ധിക്കാറുണ്ട്. പുള്ളി എന്താണ് പറയുന്നത് എന്നൊക്കെ കേൾക്കാറുണ്ട്. പലപ്പോഴും ചിരിയാണ് എനിക്ക് വരാറ്. ഇപ്പോൾ ബസൂക്ക എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയം പുള്ളി ബസൂക്കയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. റിലീസിന് മുൻപ് തന്നെ അവസാനത്തെ 20 മിനിറ്റ് പുള്ളിക്ക് എവിടെന്നോ റിപ്പോർട്ട് കിട്ടിയതാണ്, ഏതോ ആള് വിളിച്ച് പുള്ളിയോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ 20 മിനിറ്റ് വേറെ ലെവലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അതായത് പടം റിലീസായിട്ടില്ല, റിലീസിന് മുൻപാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അങ്ങനെ പടം റിലീസാവുന്നു, പുള്ളി പടം കാണുന്നു, വേറെ ലെവൽ പടം എന്നൊക്കെയാണ് ഇന്റർവെല്ലിന് പുള്ളി പറഞ്ഞത്. അങ്ങനെ ക്ലൈമാക്സ് കാണുന്നു, പുള്ളി റിവ്യൂവിൽ വേറെ ലെവൽ ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റിവ്യൂ അടിച്ചു വിടുന്നു. ഒരു രക്ഷയില്ലാത്ത പടം, മമ്മൂക്കിയുടെ ആദ്യ 100 കോടി ചിത്രം എന്നൊക്കെയാണ് പുള്ളി അന്ന് പറഞ്ഞത്. അന്ന് അശ്വന്ത് കോക്ക് ആ സിനിമ മോശമാണ് എന്ന് പറയുകയും പുള്ളി അശ്വന്ത് കോക്ക് എയറിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയും ചെയ്തു. അവസാനം ബസൂക്ക എന്ന സിനിമ പൊട്ടിപ്പൊളിയുകയും OTTക്ക് പോലും വേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബസൂക്ക OTT എടുത്തിട്ടില്ല. അതായത് മമ്മൂക്കിയുടെ സിനിമയെ ആരെങ്കിലും മോശം പറഞ്ഞാൽ അവർ എയറിലാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കളങ്കാവൽ എന്ന സിനിമ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ് കിഴി അവര് എയറിലാണ് എന്നാണ് പുള്ളി പിന്നെ പറഞ്ഞത്. അശ്വന്ത് കോക്ക് നല്ലത് പറഞ്ഞപ്പോൾ അശ്വന്ത് കോക്ക് സൂപ്പർ, ഇവര് എയറിൽ എന്ന് പറഞ്ഞു. അതുപോലെ ഈ വർഷം പുറത്തിറങ്ങിയ ചെത്താപ്പച്ച എന്ന സിനിമ, അതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് മോശമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും എയറിലാണ് എന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാട്രിയറ്റ് എന്ന സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് മെയ് 1-ന്. അതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ടായി. ആദ്യ മണിക്കൂറിൽ 13,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമ ആദ്യ മണിക്കൂറിൽ 96,000 ടിക്കറ്റുകൾ വിറ്റിരുന്നു. പുള്ളി ഇപ്പൊ പറയുകയാണ് ബുക്ക് മൈ ഷോയും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ഒരു 96,000 ടിക്കറ്റുകൾ വിറ്റിരിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിരി വരും. അതായത് പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് 13,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റേത് തള്ളാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, പാട്രിയോട്ടിന് പോലും ഇത്രയേ ടിക്കറ്റ് വിറ്റിട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ദയനീയമാണ്. ഈ ചങ്ങാതിയോട് ദിലീപിന്റെ ബബ്ബ ഈ പറയുന്ന പാട്രിയോട്ടിനെക്കാളും ടിക്കറ്റ് വിറ്റിട്ടുണ്ട് എന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. വിവരമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ എമ്പുരാന്റെ ഫൈനൽ കളക്ഷൻ, ഫസ്റ്റ് ഷോ മുതൽ എമ്പുരാൻ ആളില്ലായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിരി വരും പുള്ളിയുടെ സംസാരം കേട്ട് കഴിയുമ്പോൾ. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ, അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ, അല്ലെങ്കിൽ പുള്ളി വിശ്വസിക്കുന്ന സിനിമ ഭീഷ്മപർവമാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പുള്ളി ഒരു കളക്ഷനും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം തള്ളാണ് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി കളങ്കാവൽ എന്ന സിനിമ 100 കോടി നേടും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വായിട്ടലച്ചതാണ്. 85 കോടി പോലും നേടാതെ നിന്നുപോയി. തീർച്ചയായും പുള്ളിക്ക് സങ്കടം ഉണ്ടാവും. ഇപ്പൊ ലോക 300 കോടി നേടി, ഈ പറയുന്ന എമ്പുരാൻ 266 കോടി നേടി, തുടരും 235 കോടി നേടി, വാഴ 2 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം തള്ളാണ് എന്ന് പുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയൊരു പക്ഷേ മറ്റുള്ള സിനിമകളെല്ലാം 200 കോടി നേടിയിട്ടുണ്ട്, മോഹൻലാലിന്റെ സിനിമകൾ നേടിയിട്ടില്ല, അതെല്ലാം തള്ളാണ് എന്ന് പറയും. വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ആന്റണി പെരുമ്പാവൂർ തള്ളിയതാണ് എന്ന് പോലും പുള്ളി പറഞ്ഞു എന്ന് വരും. ആ രീതിയിലാണ് പുള്ളിയുടെ പോക്ക്. പുള്ളി പറയുന്നത് ഒരു മണിക്കൂറിൽ ഇത്രയും ടിക്കറ്റുകൾ വിറ്റുപോകില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എമ്പുരാൻ എന്ന സിനിമ ആദ്യ മണിക്കൂറിൽ വിറ്റത് 96,000 ടിക്കറ്റുകൾ. ആദ്യ ദിവസം, അതായത് 24 മണിക്കൂർ കൊണ്ട് 6 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റത്. ഇവര് അത് തള്ളാണ് എന്നാണ് പറയുന്നത്. ഒരു സാധാരണ സിനിമ പോലും 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഇപ്പോ തുടരും എന്ന സിനിമ 3 ലക്ഷവും 4 ലക്ഷവും കടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ലോക എന്ന സിനിമ പല സമയത്ത് 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട്.
അതായത് ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. വാഴ നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട്. അതായത് 3 ലക്ഷത്തോളം ടിക്കറ്റുകൾ വാഴയും വിറ്റിട്ടുണ്ട്. വാഴ അതുപോലെ ലോക തുടരും ഇതുപോലുള്ള സിനിമകൾ ഇത്രയും ടിക്കറ്റ് വിൽക്കുമ്പോൾ എമ്പുരാനെ പോലെ വലിയ ഹൈപ്പിൽ കേരളത്തിലെ ഏകദേശം എല്ലാ തിയേറ്ററുകളിലും ആദ്യ ആഴ്ച എമ്പുരാൻ നിറഞ്ഞോടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല, കർണാടക, ആന്ധ്ര, തമിഴ്നാട് എല്ലാ സ്ഥലങ്ങളിലും എമ്പുരാന് നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അതായത് കർണാടകയിൽ നിന്ന് മാത്രം എമ്പുരാൻ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. സിനിമാ കാഴ്ച എന്ന് പറയുന്ന ആ ചാനൽ ചേട്ടന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ സിനിമ എത്ര കോടി നേടുന്നോ അതിനു മുകളിൽ മറ്റാർക്കും നേടാൻ സാധിക്കില്ല. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ അതെല്ലാം തള്ളാണ്. മമ്മൂട്ടിയുടെ സിനിമ മാത്രമാണ് ലോകോത്തരം, ബാക്കി ആരുടെയും അല്ല. മമ്മൂക്ക കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. മമ്മൂക്കയുടെ സിനിമ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചത്താപ്പച്ച എന്ന സിനിമയിൽ ഗസ്റ്റ് റോൾ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എയറിലാണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ കലാപരിപാടി. ഞാൻ കുറേ ഇരുന്ന് ചിരിച്ചു. പിന്നെ മമ്മൂക്കയോട് എനിക്ക് ഒരു ദേഷ്യമില്ല. മമ്മൂക്ക ലോക സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാൾ തന്നെയാണ്, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ബോക്സ് ഓഫീസ് പവർ, അതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. പുള്ളിയുടെ സ്റ്റാർഡം കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മമ്മൂക്കയെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ മമ്മൂക്കയുടെ സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. മികച്ച സിനിമയാണെങ്കിലും മമ്മൂക്കയുടെ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ റിപ്പീറ്റ് ഓഡിയൻസ് മമ്മൂക്കയുടെ സിനിമകൾക്ക് ഇല്ല എന്നുള്ളതും എടുത്തു പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.